നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. The White Fang by Jack London. കാട്ടിലെ ജീവിതത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിയ വൈറ്റ് ഫാങ് മനുഷ്യരുടെ ശീലങ്ങളും അവരുടെ മറ്റ് പ്രത്യേകതകളും എല്ലാം പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയാണ്. ആരംഭകാലത്തിൽ അവൻ്റെ വർഗത്തിലുള്ള മാറ്റ് ജീവികൾ, അതായത് അവിടുത്തെ നായ്ക്കളും നായ്ക്കുട്ടികളും എല്ലാം അമ്മയ്ക്കും മകനും എതിരായിരുന്നെങ്കിലും കാലക്രമേണ എല്ലാവരും ഇണങ്ങി. പക്ഷേ ഒരാളൊഴിച്ച് ലിപ്പ് ഒരിക്കലും വൈറ്റ് ഫാങ്ങിനോട് ഇണങ്ങിയില്ല എന്ന് മാത്രമല്ല, വൈറ്റ് ഫാങ്ങിന് എന്നും സ്വൈര്യക്കേടായിരുന്നു ലിപ്പ്. മറ്റ് നായ്ക്കുട്ടികൾ ഒന്നും അവനോട് പ്രശ്നമില്ല. പക്ഷേ അവരോട് ചേർന്ന് അവൻ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ലിപ്പ് ചാടി വീഴും. വൈറ്റ് ഫാങ് പക്ഷെ പേടിച്ചോടാറില്ല. അവൻ്റെ സ്വഭാവം അതല്ലല്ലോ. അവൻ മുക്കാഭാഗം ചെന്നായാണ്. പക്ഷെ ആള് ചെറുതായി പോയെന്ന് മാത്രം. എന്തായാലും ലിപ്പും വൈറ്റ് ഫാങ്ങും സ്ഥിരം ഫൈറ്റായിരിക്കും. ഫൈറ്റിൻ്റെ അവസാനം വൈറ്റ് ഫാങ് തോറ്റോടും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഓടുമ്പോഴും അവൻ്റെ മനസ്സിൽ അവൻ കീഴടങ്ങുന്നില്ല. വീണ്ടും അടുത്ത തവണ ലിപ്പിനെ കാണുമ്പോൾ അവൻ ഫൈറ്റ് ചെയ്യണം. പക്ഷെ ഓടി അവൻ ഒരു കാര്യം പഠിച്ചു. ലിപ്പിനേക്കാൾ നന്നായിട്ട് ഓടാൻ പഠിച്ചു. ഒന്നാമത് അവൻ കാട്ടുജീവിയാണ്. അവരെ പോലെ നാട്ടിലുള്ള ജീവികൾക്ക് ഓടി ശീലമില്ല. അതുകൊണ്ട് തന്നെ ലിപ്പിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് വൈറ്റ് ഫാങ്ങിന് ഓടാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ യജമാനൻ, അതായത് ഗ്രേ ബീവർ, ചില സമയത്ത് അയാൾ നേരിട്ട് ഒരു കഷ്ണം ഇറച്ചിയൊക്കെ അവനിട്ട് കൊടുക്കും. അതപ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ്. ഗ്രേ ബീവർ നേരിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ മറ്റ് ഗ്രേ ബീവറുടെ അസിസ്റ്റൻസോ വേലക്കാരോ ഒന്നും കൊടുക്കുന്ന പോലല്ല. കുറേ കൂടി അവന് സന്തോഷമാണ്. അതിനെന്തോ ഒരു പ്രത്യേകത എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നുന്നു. മാത്രമല്ല ആ സമയത്തൊരു കാര്യമുണ്ട്. അത് തിന്നാൻ വേറെ ഏതെങ്കിലും കുറേ കൂടി വളർന്ന നായ്ക്കളൊക്കെ ഓടി വന്നാൽ അപ്പം ഗ്രേ ബീവർ വടിയെടുക്കും. അത് വൈറ്റ് ഫാങ്ങിന് കൊടുത്താൽ വൈറ്റ് ഫാങ്ങിനുള്ളത്, അതിൽ വേറെ ആരും തൊടാൻ പാടില്ല. അത് അവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ബാക്കി മനുഷ്യരെ കഴിയുന്നതും അവരുടെ അടുത്തോട്ട് പോകാതിരുന്നാൽ അവർ ഉപദ്രവിക്കില്ല. പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. കുട്ടികൾ ചുമ്മാ കല്ലൊക്കെ എടുത്തെറിയും. അത് എല്ലായിടത്തുള്ള സ്വഭാവമാണല്ലോ. നായ്ക്കളെ കാണുമ്പോൾ കല്ലെടുത്തെറിയുക എന്നുള്ളത് പണ്ടേ ഉള്ള സ്വഭാവമാണ്. പിന്നെ സ്ത്രീകളാണെങ്കിൽ പൊതുവെ ദയാലുക്കളാണ്. അവരെന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് സ്ത്രീകൾ അവന് പൊതുവെ കൂടുതൽ ഇഷ്ടമായിരുന്നു. കാലക്രമേണ അവൻ അത്യാവശ്യം സൂത്രപ്പണികളൊക്കെ പഠിക്കാൻ തുടങ്ങി. ലിപ്പിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂത്രങ്ങൾ വേണം എന്നവന് മനസ്സിലാക്കി. കിച്ചയാണെങ്കിൽ എപ്പോഴും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളുടെ പ്രൊട്ടക്ഷൻ അവനില്ല. അവനാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന ശീലവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങി നടക്കും. ലിപ്പിൻ്റെ കടിയും വാങ്ങിക്കും. ഒരു ദിവസം അങ്ങനെ അവൻ്റെ കുഞ്ഞ് ബ്രെയിനിൽ ചില ആശയങ്ങളൊക്കെ ഉടലെടുക്കുകയാണ്. അങ്ങനെ അവൻ ലിപ്പിലുമായിട്ട് ഒരു ഫൈറ്റ് തുടങ്ങി. ഫൈറ്റിൻ്റെ അവസാനം പതിവ് പോലെ തോറ്റോടി. പക്ഷേ ഓടുമ്പോൾ അവൻ പതിവ് സ്പീഡിൽ ഓടിയില്ല. കുറച്ച് മെല്ലെ ലിപ്പിന് എത്താവുന്നതിന് തൊട്ട് മുമ്പായിട്ട് വൈറ്റ് ഫാങ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിപ്പിന് ആവേശം കൂടി. അങ്ങനെ വർദ്ധിതമായ ആവേശത്തോടെ ലിപ്പ് ഓടി വന്ന് ഒരു കൂടാരത്തിൻ്റെ വശത്തൂടെ തിരിഞ്ഞതും അവിടെ കിച്ചയെ കെട്ടിയിട്ടിരിക്കുകയാണ്. നേരെ ചെന്ന് അവളുടെ വയലിൽ ചെന്ന് കയറി അവളെ പിടിച്ച് നല്ല ഒന്നോന്തരം കടി വെച്ച് കൊടുത്തു. എല്ലാം കിട്ടി. മോങ്ങി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി. പക്ഷേ മോങ്ങാനും കൂടുതൽ സമയം കിട്ടിയില്ല. തളർന്ന അവശനായിട്ട് ഓടുന്ന ലിപ്പിനെ വൈറ്റ് ഫാങ് അറ്റാക്ക് ചെയ്തു. കിച്ച കൊടുത്തതിൻ്റെ ബാക്കി അവനാണെങ്കിൽ അവശനാണ്, തിരിച്ചറ്റാക്ക് ചെയ്യാൻ വയ്യ. അങ്ങനെ കൂടുതൽ ദയനീയമായി മോങ്ങി വിളിച്ചുകൊണ്ട് അവൻ്റെ കൂടാരം വരെ ഓടി. അവിടെ എത്തിയിട്ട് തന്നെ ആ കൂടാരത്തിലെ ചില മനുഷ്യര് വടിയൊക്കെ എടുത്ത് വന്നപ്പോഴാണ് വൈറ്റ് ഫാങ് പിന്മാറിയത്. അതുവരെ അവൻ ലിപ്പിനെ കടിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഗ്രേ ബീവർക്ക് തോന്നി ഇനി കിച്ച ഓടിപ്പോവില്ല. അതോടെ അയാൾ കിച്ചയെ അഴിച്ചുവിട്ടു. അതോടെ വൈറ്റ് ഫാങ്ങിൻ്റെ നല്ല കാലം തുടങ്ങി. കിച്ചയുടെ കൂടെ നടക്കുമ്പോൾ എന്തായാലും ലിപ്പ് എടുത്തോട്ട് വരില്ല. എന്ന് മാത്രമല്ല, ലിപ്പിനെ കാണുമ്പോൾ ഇവ ഒന്നും മുരളും. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നുള്ള ഭാവത്തിൽ. ലിപ്പാണെങ്കിൽ ആ സമയത്ത് ഒന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിലായിരിക്കും ലിപ്പ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. അമ്മയും മകനും അങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ വൈറ്റ് ഫാങ്ങിന് അവൻ്റെ പഴയ ഓർമ്മകൾ, കാട്ടിലെ ഓർമ്മകൾ, അവൻ്റെ ഗുഹയ്ക്കടുത്തൂടെ ഒഴുകുന്ന അരുവി എല്ലാം വരികയാണ്. അവൻ പതുക്കെ കാടിൻ്റെ അടുത്തേക്ക് നടന്നു. കിച്ച ഒപ്പം നടന്നു. അങ്ങനെ ആ കാടിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ കിച്ച അവിടെ നിന്നു. വൈറ്റ് ഫാങ് ലേശം കൂടി മുന്നോട്ട് നടന്നു. ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ഉദ്ദേശം ഇതാണ്, അമ്മയും കൊണ്ട് കാട്ടിലേക്ക് പോകണം. പക്ഷേ
കിച്ചയ്ക്ക് കാടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് മനുഷ്യരോടാണ്. പണ്ടും അങ്ങനെയായിരുന്നു. ഇടയിൽ ഒരു ക്ഷാമകാലം വന്നപ്പോഴാണല്ലോ അവൾ പോയത്. ഇപ്പം ക്ഷാമമില്ല, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, തീയുടെ ചൂട് അനുഭവിക്കാം. അങ്ങനെയുള്ള പല സൗകര്യങ്ങളുള്ളപ്പോൾ തിരിച്ച് കാട്ടിലേക്ക് പോകാൻ കിച്ചയ്ക്ക് താല്പര്യമില്ല. വൈറ്റ് ഫാങ്ങിനാണെങ്കിൽ കാട്ടിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. മനുഷ്യദൈവങ്ങളോടുള്ള ഒരു സ്നേഹവും ഉണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയൊരു സ്നേഹമാണ് അമ്മയോട്. അമ്മയുടെ അടുത്ത് നിന്ന് പിരിയുക എന്ന് പറഞ്ഞാൽ അവൻ ആലോചിക്കാനേ വയ്യ. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ അമ്മയെ പിരിഞ്ഞവ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് അവസാനം ചെറുതായിട്ടൊക്കെ കരഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അമ്മയുടെ കൂടാരത്തിലേക്ക് നടക്കുന്നു. മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അതിനിടയിലായിരുന്നു ഗ്രേ ബീവറുടെ ഒരു സ്നേഹിതൻ 3 ഈഗിൾസ്. അയാൾ ആ ക്യാമ്പ് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. ഗ്രേ ബീവർ ആണെങ്കിൽ അയാൾക്ക് കടം വീട്ടാനുണ്ട്. അതിന് അയാൾ തൽക്കാലം പൈസ കയ്യിലില്ല. അതുകൊണ്ട് അയാളുടെ കയ്യിലുള്ള കുറച്ച് ഉണങ്ങിയ ഇറച്ചി കിച്ചയെ 3 ഈഗിൾസിന് കൊടുക്കുന്നു. വൈറ്റ് ഫാഗ് അവൻ നോക്കുമ്പോൾ കാണുന്നത് അമ്മയെ 3 ഈഗിൾസ് കയറ് കെട്ടി അയാളുടെ വള്ളത്തിൽ കയറ്റുന്നു, തുഴഞ്ഞു പോകുന്നു. അതവന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നേരെ ആ വള്ളത്തിൽ ചെന്ന് കയറി 3 ഈഗിൾസ് തുഴ കൊണ്ടൊരടിയും കൊടുത്ത് അവനെ തിരിച്ച് കരയിലേക്ക് ഇട്ടു. വള്ളം മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ വീണ്ടും ആ വള്ളത്തിൻ്റെ പുറകെ നീന്താൻ തുടങ്ങി. പുറകെ നിന്ന് ഗ്രേ ബീവർ വിളിക്കുന്നുണ്ട്. അവൻ ശ്രദ്ധിക്കുന്നില്ല. അന്നേ വരെ ഗ്രേ ബീവർ വിളിച്ചാൽ അവൻ ഓടി അടുത്തെത്തും. അതൊക്കെ അവൻ ഇടയിൽ പഠിച്ച കാര്യമാണ്. വിളിക്കുമ്പോൾ അടുത്ത് ചെല്ലണം, മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകണം, ആൾക്കാർ നടക്കുമ്പോൾ വഴി കയറി നിൽക്കരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രേ ബീവർ വിളിച്ചിട്ട് അവൻ അത് മൈൻഡ് ചെയ്തില്ല. അവൻ നേരെ അമ്മ പോകുന്ന വള്ളത്തിന് പുറകെ പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗ്രേ ബീവർക്ക് മനസ്സിലായി അവൻ തിരിച്ചു വരില്ലാന്ന്. അയാളുടെ വള്ളം ഇറക്കി പുറകെ പോയി വൈറ്റ് ഫാങ്ങിനെ കഴുത്തിന് പുറകെയായിട്ട് തൂക്കിയെടുത്ത് വൈറ്റ് ഫാങ്ങിന് എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് അടി തുടങ്ങി. ഇടത്തെ കൈയിൽ വൈറ്റ് ഫാങ്ങിനെ പൊക്കി പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ഏറ്റവും വലവും മാറി ഗ്രേ ബീവർ അടിക്കുകയാണ്. ഗ്രേ ബീവർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ ശക്തമായിട്ടുള്ള കൈകൾ കൊണ്ടുള്ള അടി അത് വൈറ്റ് ഫാങ്ങിന് താങ്ങാവുന്നതിലധികമായിരുന്നു. അവൻ മോങ്ങിക്കൊണ്ടേയിരുന്നു ഓരോ അടിക്കും. പക്ഷെ ഒരു 5-6 അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ കാട്ടിലെ സ്വഭാവം പുറത്തു വന്നു. അവൻ ഗ്രേ ബീവറുടെ നേരെ ദേഷ്യത്തോടൊന്നും മുരണ്ടു. ഗ്രേ ബീവറുടെ ദേഷ്യവും അതിനനുസരിച്ച് കൂടി, അടിയുടെ ശക്തിയും വേഗതയെല്ലാം കൂടി, അതിനനുസരിച്ച് വൈറ്റ് ഫാങ്ങിൻ്റെ മുരളലും കൂടി. അധികം നേരം പക്ഷെ മുരളാൻ പറ്റില്ല, വേദന അമ്മാതിരിയാണല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുരളലെല്ലാം നിർത്തി വീണ്ടും കരച്ചിലിൻ്റെ രീതിയിലേക്ക് വന്നു. അങ്ങനെ കുറച്ചു നേരം കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രേ ബീവർ അവനെ അങ്ങ് വള്ളത്തിലേക്ക് ഇട്ടു. ആ സമയത്താണ് ഗ്രേ ബീവർ ശ്രദ്ധിക്കുന്നത് വള്ളമൊക്കെ ഇപ്പോൾ ഒരുപാട് ദിശ മാറിപ്പോയിരിക്കുന്നു. കാരണം വള്ളം തുഴയുന്നില്ലല്ലോ ആരും. അദ്ദേഹം പെട്ടെന്ന് തുഴ കയ്യിലെടുത്തു. വള്ളം തിരിച്ച് തുഴയുന്നതിനിടയിൽ വൈറ്റ് ഫാങ് അവൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് ഗ്രേ ബീവറുടെ കാലിലൊന്ന് കടിച്ചു. പിന്നെ സംഭവിച്ചത് നേരത്തേനേക്കാൾ ഭയങ്കരമായിരുന്നു. നേരത്തെ കിട്ടിയത് ഗ്രേ ബീവറുടെ കൈ കൊണ്ടായിരുന്നെങ്കിൽ പിന്നീട് അടി മുഴുവൻ ആ തുഴ ഉപയോഗിച്ചായി. വീണ്ടും കുറച്ചു നേരം വൈറ്റ് ഫാങ് കരഞ്ഞു, പിന്നെ മുരണ്ടു, പിന്നെ വീണ്ടും കരച്ചിൽ ആരംഭിച്ചു. അതെല്ലാം ആദ്യത്തെ പോലെ തന്നെ സംഭവിച്ചു. ഒടുവിൽ ഒരു രക്ഷയില്ല. അടിയുടെ പൂരം അവസാനം വൈറ്റ് ഫാങ് ടോട്ടലായിട്ട് അങ്ങ് സറണ്ടറായി, കരച്ചിൽ മാത്രമായി നിന്നു. ആ സമയത്ത് ഗ്രേ ബീവർ ഒരു കാര്യം കൂടി ചെയ്തു. ഒരു തൊഴി വെച്ചു കൊടുത്തു. കല്ല് കടിക്കുമെന്ന് അറിയണമല്ലോ. അന്ന് വൈറ്റ് ഫാങ് ഒരു പുതിയ റൂള് പഠിക്കുകയാണ്. ഒരു കാരണവശാലും മനുഷ്യദൈവങ്ങളെ കടിക്കാൻ പാടില്ല. അങ്ങനെ അവർ കരയിലെത്തി. കരയിലിതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ലിപ്പ് വിചാരിച്ചു, ഇപ്പം വൈറ്റ് ഫാങ്ങിനെ ആക്രമിക്കാൻ പറ്റിയ സമയമാണ് എന്ന് ലിപ്പിന് തോന്നി. അവൻ വൈറ്റ് ഫാങ്ങിൻ്റെ നേരെ ചാടി വീണു. വൈറ്റ് ഫാങ്ങിനാണെങ്കിൽ ഓടാൻ പോലും വയ്യ. പക്ഷെ അപ്പോഴാണ് അവൻ മനുഷ്യദൈവങ്ങളുടെ മറ്റൊരു നീതിബോധത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവം അവനോട് ദേഷ്യത്തിലാണെങ്കിലും അവൻ അറ്റാക്ക് ചെയ്യാൻ മറ്റൊരാൾ അനുവദിക്കില്ല. ഗ്രേ ബീവർ ഒരു തൊഴി ലിപ്പ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ഏകദേശം 12 അടി അപ്പുറത്ത് ചെന്ന് വീണു. അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞോടി. തിരിച്ച് വൈറ്റ് ഫാങ് ഗ്രേ ബീവറുടെ വിശ്വസ്തനായ ഒരു ചങ്ങാതിയായി കൂടാരത്തിൽ തിരിച്ചെത്തി. അധികം അടി കിട്ടിയതിനുള്ള ഒരു പ്രതിഫലം ഇറച്ചിയൊക്കെ അയാളുടെ കൈകൊണ്ട് തന്നെ കൊടുത്തു. വൈറ്റ് ഫാങ് അല്പം സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. എന്നാലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിൽക്കുകയാണ്. രാത്രിയായപ്പോൾ അതിന് ശക്തി കൂടിയപ്പോൾ അത് ഒരു ഉറക്കെയുള്ള കരച്ചിലായി മാറി. അപ്പോൾ ഗ്രേ ബീവർ ഉണർന്നു. നേരത്തെ ബാക്കി 2-3 അടി കൂടി കിട്ടിയപ്പോൾ ആ കരച്ചിലൊക്കെ നിർത്തി. പിന്നീട് അവൻ വളരെ മൃദുവായിട്ടൊരു ഒരു മൂളൽ പോലത്തെ കരച്ചിലായിട്ട് അവൻ്റെ കരച്ചിൽ മാറി.
ഉറക്കക്കരഞ്ഞ അടി കിട്ടും എന്നവന് മനസ്സിലായി. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. വീണ്ടും അവന് കാട്ടിലേക്ക് പോകണം എന്നൊരാഗ്രഹം. പക്ഷെ ആ സമയത്ത് അവൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പല വള്ളങ്ങളും ഈ ക്യാമ്പിലേക്ക് പല സമയത്ത് വരുന്നുണ്ട്. അതിൽ പുതിയ നായ്ക്കൾ വരുന്നുണ്ട്, ചിലരൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവനൊരു പ്രതീക്ഷ, ഒരു ദിവസം 3 ഈഗിൾസ് കിച്ചയും കൊണ്ട് തിരിച്ചവിടെ എത്തും എന്നൊരു പ്രതീക്ഷ. അതുകൊണ്ട് കാട്ടിലേക്ക് പോകാതെ അവന് അവിടെ തന്നെ ഗ്രേ ബീവറുടെ ആശ്രിതനായിട്ടങ്ങ് ഇരിക്കുകയാണ്.